അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു. സ്നേഹമുള്ള സഹോദരങ്ങളെ, സൂറത്ത് സുഖ്റുഫ് 43-ാമത്തെ അധ്യായം. ഇന്ന് 6 മുതൽ 11 വരെയുള്ള ആയത്തുകൾ, 6 ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكم أرسلنا من نبي في الأولين وما يأتيهم من نبي إلا كانوا به يستهزئون فأهلكنا أشد منهم بطشا ومضى مثل الأولين फिर से पढ़ें فأهلكنا ولئن سألتهم من خلق السماوات والأرض ليقولن خلقهن العزيز العليم الذي جعل لكم الأرض مهدا وجعل لكم فيها سبلا وجعل لكم فيها سبلا لعلكم تهتدون والذي نزل من السماء ماء بقدر فأنشرنا به بلدة ميتا كذلك تخرجون ഈ 6 ആയത്തുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. 6-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകം അർസൽനാ മിൻ നബിയ്യിൻ ഫിൽ അവ്വലീൻ. ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. വകം എത്ര, എത്രയോ, എത്രയെത്ര എന്നൊക്കെ പറയാം. അർസൽന നാം അയച്ചു, മിൻ നബിയിൻ പ്രവാചകന്മാരിൽ നിന്ന്. അപ്പോൾ വക്കം അർസൽന മിൻ നബിയിൻ പ്രവാചകന്മാരിൽ നിന്ന് എത്രയോ പേരെ നാം അയച്ചിട്ടുണ്ട്.
ഫിൽ അവലീൻ, മുൻകാലത്തു തന്നെ, അതായത് പൂർവീകർ. അവലീൻ എന്ന് പറഞ്ഞാൽ ആദ്യകാലക്കാരെന്ന്. അപ്പോൾ പൂർവീകരിൽ നമ്മൾ എത്രയോ നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച 5-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചല്ലോ, വിശുദ്ധ ഖുർആൻ എത്രമാത്രം ഓതിക്കേൾപ്പിച്ചു കൊടുത്താലും വിശദീകരിച്ചു കൊടുത്താലും അത് അംഗീകരിക്കാൻ തയ്യാറില്ലാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്ന സ്വഭാവക്കാരായിരുന്നു ആ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ എന്ന്. എന്നിട്ട് അള്ളാഹു അവരോട് ചോദിച്ചല്ലോ, നിങ്ങളെയൊക്കെ അവഗണിച്ച് നേരെ അങ്ങോട്ട് വിട്ടേക്കുമെന്ന്, അഥവാ വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുമെന്ന്, അതിൻ്റെ അവതരണം അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നിങ്ങളുടെ ഈ അവഗണന കാരണം ഈ ഈ പ്രബോധന പ്രവർത്തനം അങ്ങ് അവസാനിപ്പിച്ച് കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു നമ്മളോട്, ഈ സത്യനിഷേധികളോട് ചോദിച്ചത്. തുടർന്നാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വകം അർസൽനാ മിൻ നബിയ്യിൻ ഫിൽ അവ്വലീൻ, പൂർവിക സമൂഹങ്ങളിൽ നമ്മൾ എത്രയെത്ര പ്രവാചകന്മാരെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വിഷമങ്ങളും അവർക്ക് നേരിടേണ്ടി വന്ന മർദ്ദനങ്ങളും മറ്റുമൊക്കെ തുടർന്നുള്ള ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. ഓരോ മുൻ സമൂഹങ്ങളിൽ ഒരുപാട് പ്രവാചകന്മാരെ ഓരോ കാലത്ത് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ ജനതയൊക്കെ നിങ്ങൾ പിന്തിരിഞ്ഞു പോയതുപോലെ പിന്തിരിഞ്ഞിട്ടുണ്ട്, അഥവാ നിങ്ങൾ പിന്തിരിയുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നതോ വേദഗ്രന്ഥം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പ്രവാചകന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതോ നിർത്തിവെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിര് കവിഞ്ഞ് നിങ്ങൾ അതിക്രമകാരികളായ ആളായതുകൊണ്ട് ഇതൊക്കെ അങ്ങ് നിർത്തിവെച്ച് പോകും, ഈ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് നിന്നുപോകും എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ സുന്നത്ത, അള്ളാഹുവിൻ്റെ നടപടിക്രമമാണിത്. ഇതിവിടെ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ആ മക്കാ മുശ്രിക്കുകളോട് അള്ളാഹു പറയുന്നത്. അപ്പോൾ 7-ാമത്തെ ആയത്തിൽ തുടർന്ന് അള്ളാഹു പറയുന്നത് അതിൻ്റെ ബാക്കി തന്നെയാണ്. 7-ാമത്തെ ആയത്ത്, വമാ യഅ്തീഹിം മിൻ നബിയ്യിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. വമാ യഅ്തീഹിം, അവരുടെ അടുക്കൽ ചെന്നാൽ, അവരുടെ അടുക്കൽ പ്രവാചകന്മാർ വന്നാൽ എന്നർത്ഥം. മിൻ നബിയ്യിൻ, പ്രവാചകന്മാരിൽ നിന്ന് ആര് തന്നെ ആ മുൻ സമൂഹങ്ങളിൽ പൂർവിക സമൂഹങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലാ കാനു, അവരാവാതിരുന്നിട്ടില്ല, ബിഹി, ആ പ്രവാചകനെ, യസ്തഹ്സിഊൻ, പരിഹസിക്കുന്നു, അവർ പരിഹസിക്കുന്നവരാവുന്നു. അങ്ങനത്തവരാകാതിരുന്നിട്ടില്ല ആ ജനത. അതായത് പൂർവിക സമൂഹങ്ങളിൽ ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. ഒരു സമൂഹത്തിൽ തന്നെ ഒന്നിലേറെ പ്രവാചകന്മാരെ ഒരേ സമയത്ത് തന്നെ അള്ളാഹു നിശ്ചയിച്ചു. അവരൊക്കെയും പ്രബോധനം നടത്തി. ചില സമൂഹങ്ങൾക്ക് ഒരു പ്രവാചകൻ കഴിയുന്നതോടുകൂടെ തൊട്ടടുത്ത പ്രവാചകനെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ തുടരെയായും ഇടവേള ഇട്ടുകൊണ്ടുമൊക്കെ അള്ളാഹു പ്രവാചകന്മാരെ എത്രയോ മുൻ സമൂഹങ്ങളിൽ അള്ളാഹു അയച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ ചെയ്തതെന്താ? ഏതൊരു പ്രവാചകൻ വന്നിട്ട് അവരോട് ഈ സത്യം തുറന്നു പറയുമ്പോഴും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്, ആരാധനകളൊക്കെയും ഏകനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കാവൂ, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, അവനിതിന് എല്ലാ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവനാണ്, അവനാണ് എല്ലാവരെയും സംഹരിക്കുന്നവൻ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചുകൊണ്ട് ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ ഓതിക്കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരൊക്കെയും ആ സമൂഹങ്ങളെ ഇസ്ലാമിലേക്ക്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ചെയ്തതെന്താ? ഈ ജനത മുൻ സമൂഹങ്ങൾ ചെയ്തത്, അവരെല്ലാ സമൂഹവും ചെയ്തിട്ടുള്ളത് പ്രവാചകന്മാരെ പരിഹസിക്കുകയായിരുന്നു. അപ്പോൾ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം പകരുകയും കൂടി ചെയ്യാണ്. ഇത് മുൻ സമൂഹം മുതലേ ഉള്ള ഒരു സ്വഭാവമാണ്. മുൻ സമൂഹങ്ങൾക്കും ഇതേപോലെ, മുൻ പ്രവാചകന്മാർക്കും ഇതേപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ അനുഭവം തന്നെയാണ് നിനക്കും വരുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു ഇതിലൂടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അവസ്ഥ പറയാണ്, മുൻ സമൂഹങ്ങളൊക്കെ ആ പ്രവാചകന്മാരെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ സമൂഹവും അതാത് പ്രവാചകന്മാരെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്ന ഭവിഷ്യത്ത്, അവർക്കുണ്ടായ അപകടം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ശിക്ഷകൾ എന്തായിരുന്നു എന്നാണ് പടച്ചവൻ
അടുത്ത ആയത്ത് 8-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഫഅഹ്ലക്നാ അശദ്ദ മിൻഹും ബത്ശൻ വമളാ മസലുൽ അവ്വലീൻ. അള്ളാഹു പറയാ ഫഅഹ്ലക്നാ, അങ്ങനെ നമ്മൾ അവരെയെല്ലാം നശിപ്പിച്ചു. അപ്പോൾ അഹ്ലക്ക നശിപ്പിച്ചു, അഹ്ലക്കിന നാം നശിപ്പിച്ചു. അപ്പം നമ്മൾ അവരെ നശിപ്പിച്ചു, ആ സമൂഹങ്ങളെ. എങ്ങനത്തെ സമൂഹമായിരുന്നു അവർ? അശദ്ദ, അവർ കൂടുതൽ ശക്തന്മാരായിരുന്നു. മിന്നും, ഇവരെക്കാളും ശക്തന്മാരായിരുന്നു അവർ. അപ്പോൾ ഈ മക്ക ഖുറൈശികളെക്കാളും ശക്തന്മാരായ, കായബലമുണ്ടായിരുന്ന, അധികാരങ്ങളുണ്ടായിരുന്ന, അതേപോലെ മക്കളും അതേപോലെ സ്വത്തുക്കളും ഇവരെക്കാളും, ഈ മക്കയിലുള്ള മുശ്രിക്കുകളെക്കാളും കൂടുതലായി ഉണ്ടായിരുന്ന മുൻ ജനതയെ, മുൻ സമൂഹങ്ങളെയൊക്കെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം മുശ്രിക്കുകളോട് പറയാണ്, നിങ്ങളെ വിചാരിക്കേണ്ട, നിങ്ങൾ കുറേ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് കുറേ സൗകര്യങ്ങളുണ്ട്, കുറേ കച്ചവടം നടത്തുന്നുണ്ട്, കുറേ സമ്പത്ത് നിങ്ങളുടെ അടുക്കലുണ്ട്, സമ്പത്തുകൾ നിങ്ങൾ ശേഖരിക്കുന്നുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങളെക്കാളും കേമന്മാരായ, കയ്യൂക്കുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരെ അള്ളാഹു മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട്. അശദ്ദ മിൻഹും ബത്ശൻ, നിങ്ങളെക്കാളും കയ്യൂക്കുള്ളവർ, ശക്തന്മാരായ കയ്യൂക്കുള്ളവർ, അഥവാ കയ്യൂക്കിൽ നിങ്ങളെക്കാളും ശക്തന്മാരായ ആൾക്കാരെയും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല, പടച്ചുറമ്പ് പറയാ വമള, കഴിഞ്ഞു പോയിട്ടുണ്ട്. മസല്, ഉദാഹരണം അഥവാ ഉപമ അൽ അവ്വലീൻ, മുമ്പ് കഴിഞ്ഞു പോയവരുടേതൊക്കെ, പൂർവികന്മാരുടെയൊക്കെ ഉപമകളും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് മുമ്പ് സംഭവിച്ചു പോയത്? അവരെന്തായിപ്പോയി? ഭൂമിയിൽ തന്നെ അവർ ഒന്നും ജീവിച്ചിരുന്നിട്ട് പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് പോലും ആ സമൂഹത്തെ അള്ളാഹു ഒന്നടങ്കം നശിപ്പിച്ചിട്ടുണ്ട്. ചിലരെയൊക്കെയും പിന്നെ സമൂഹത്തിന് പാഠമാവുന്നതിന് വേണ്ടി അള്ളാഹു അതിൻ്റെ തെളിവുകൾ എക്കാലവും നിലനിൽക്കുന്ന വിധം നശിപ്പിച്ചിട്ടുണ്ട്. ഒരു ഘോര ശബ്ദത്തിലൂടെ നശിപ്പിച്ചിട്ടുണ്ട്, ഇടുക്കിയിലൂടെ നശിപ്പിച്ചിട്ടുണ്ട്, പ്രളയത്തിലൂടെ നശിപ്പിച്ചിട്ടുണ്ട്, ഭൂകമ്പത്തിലൂടെ നശിപ്പിച്ചിട്ടുണ്ട്, ഭൂമി കീഴ്മേൽ മറിച്ചിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർവ്വ സമൂഹങ്ങളിൽ പലരെയും, അവരൊക്കെ ഈ മക്ക മുശ്രിക്കുകളെക്കാളും ശക്തന്മാരായിരുന്നു, അവരെയൊക്കെയും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ, അതിൻ്റെ ഉപമകളൊക്കെ ഇവിടെ കഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അള്ളാഹു ഓർമ്മപ്പെടുത്തി. വിശുദ്ധ ഖുർആനെ വെച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ലൗഹുൽ മഹ്ഫൂദ് എന്ന മൂലഗ്രന്ഥത്തിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചതാണ്. അത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണുള്ളത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങളിതിൽ നിന്ന് പിന്നാക്കം പോവുകയാണെങ്കിൽ ഈ ഖുർആനിൻ്റെ പ്രചരണം അല്ലെങ്കിൽ അതിൻ്റെ പ്രബോധനം അള്ളാഹുവിൻ്റെ റസൂല് നിർത്തിക്കളയുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നില്ലേ, നിങ്ങളെക്കാളും വലിയമാരില്ലേ, അവരൊക്കെ നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തുടർന്ന് പറയാണ്. അള്ളാഹു തുടർന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. വലഇൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ, ചോദിക്കുന്നുവെങ്കിൽ, ഇൻ എന്നാണ് എങ്കിൽ, ആൽ എന്നൊക്കെ പറയാം, ല തീർച്ചയായും. അപ്പോൾ വലഇൻ തീർച്ചയായും, നീ സഅൽതഹും അവരോട് ചോദിക്കുകയാണെങ്കിൽ, മൻ ആരാണ്, ഖലഖ സൃഷ്ടിച്ചത്, അസ്സമാവാത്തി ആകാശങ്ങളെയും, വൽ അർള ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് നീ ആ മക്ക മുശ്രിക്കുകളോട് ചോദിച്ചാൽ, ലയഖൂലുന്ന തീർച്ചയായും അവർ പറയുക തന്നെ ചെയ്യും. ല തീർച്ചയായും തൗക്കീദിൻ്റെതാ, ലയഖൂലു അവർ പറയുക തന്നെ പറയും, തീർച്ചയായും അവർ പറയും. ഇന്ന തീർച്ചയായും. അപ്പം രണ്ട് തൗക്കീദ്, രണ്ട് ബലപ്പെടുത്തലാണ് ഈ ആയത്തിൽ വന്നിട്ടുള്ളത്. ഈ പദത്തിൽ ല എന്നത് ഒരു ബലപ്പെടുത്തലാണ്, ഇന്ന എന്നുള്ളതും ബലപ്പെടുത്തലാണ്, അതായത് തൗക്കീദ്. അപ്പം രണ്ട് തൗക്കീദ്, തീർച്ചയായും അവർ പറയുക തന്നെ ചെയ്യും എന്നാൽ ഇതിൻ്റെ അർത്ഥം. ലയഖൂലുന്ന അവർ നിശ്ചയം അവർ പറയുക തന്നെ ചെയ്യും. ഖലഖഹുന്ന അവയെല്ലാം സൃഷ്ടിച്ചത്, അതായത് ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ചത്
അൽ അസീസ് പ്രതാപശാലിയായ തമ്പുരാൻ അള്ളാഹു തന്നെയാണ്. അൽ അലീം സർവജ്ഞനുമായ. അപ്പം സർവജ്ഞനും പ്രതാപശാലിയുമായവൻ തന്നെയാവുന്നു ഈ ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ചത് എന്ന് ആ മക്കാ മുശ്രിക്കുകൾ നിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയും. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഖുർആനെ തള്ളിക്കളയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാത്ത ആ മക്ക മുശ്രിക്കുകൾ തന്നെയും ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന വിശ്വാസക്കാരാണ്. ഭൂമിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന വിശ്വാസക്കാർ തന്നെയാണ്. സൃഷ്ടികർത്തൃപരമായ ഏകത്വത്തിൽ, തൗഹീദിൽ അവർ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു, അഥവാ അവരത് അംഗീകരിച്ചിരുന്നു. ലോകത്തിൻ്റെ സൃഷ്ടാവ് ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാകുന്നു എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമുണ്ടായിരുന്നില്ല. അവരോട് ചോദിച്ചാൽ എല്ലാവരോടും, ഏത് മക്കാ മുശ്രിക്കും അന്ന് മറുപടി പറയുമായിരുന്നു, ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് അത് അള്ളാഹു, ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് അള്ളാഹു തന്നെയാകുന്നു എന്ന് തന്നെയാണ് അവർക്കുള്ള മറുപടി. അതേ സമയത്ത് ആരാധനാപരമായ ഏകത്വം, തൗഹീദുൽ ഉലൂഹിയത്ത്, ആരാധനാപരമായ ഏകത്വത്തെ അവർ അംഗീകരിക്കുകയും ചെയ്തില്ല. ആരാധനകൾ അള്ളാഹു അല്ലാത്ത മറ്റു പലർക്കും സമർപ്പിക്കാം, അള്ളാഹുവിനും സമർപ്പിക്കാം, അള്ളാഹു അല്ലാത്തവർക്കും സമർപ്പിക്കാം. അള്ളാഹുവിനെ ആരാധിക്കാം, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കാം. അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യാം. അള്ളാഹുവിനോട് സഹായാഭ്യർത്ഥന നടത്താം, അള്ളാഹു അല്ലാത്തവരോടും സഹായാഭ്യർത്ഥന നടത്താം. വദ്ദിനോടും സുവാഴിനോടും തുടങ്ങിയിട്ടുള്ള വദ്, സുവാഴ്, യൗസ്, യൗക്ക്, നസ്ർ തുടങ്ങിയിട്ടുള്ള അവർ വിശ്വസിക്കുന്ന ഔലിയാക്കന്മാരോടും അവർക്ക് ദുആ ചെയ്യാം, അള്ളാഹുവിനോടും അവർക്ക് ദുആ ചെയ്യാം. ലാത്ത പോലെയുള്ള മുൻകാലത്ത് ജീവിച്ചു കഴിഞ്ഞ മഹാന്മാരോട് അവർക്ക് സഹായം ചോദിക്കാം, അള്ളാഹുവിനോടും സഹായം ചോദിക്കാം. ഇതായിരുന്നു മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന വ്യത്യാസം. അല്ലാതെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരായിരുന്നില്ല മക്കാ മുശ്രിക്കുകൾ. അള്ളാഹു ഉണ്ടെന്നും, അള്ളാഹുവാണ് ലോകത്തിൻ്റെ സൃഷ്ടാവെന്നും, അള്ളാഹുവാണ് ലോകത്തിൻ്റെ നിയന്താവെന്നും, അള്ളാഹുവാണ് ലോകത്തെ നശിപ്പിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ അവർ വിശ്വാസമുള്ളവർ തന്നെയായിരുന്നു. തെറ്റിപ്പോയത് ആരാധനാപരമായ ഏകത്വത്തിലാണ്. അതവിടെ സൂചിപ്പിക്കുന്നത്. അവരോട് ചോദിച്ചാൽ അവർ പറയും ആകാശങ്ങൾ സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതുമൊക്കെ അള്ളാഹു തന്നെയാകുന്നു. അത് പറയുന്നത് അൽ അസീസ് അൽ അലീം, സർവജ്ഞനും പ്രതാപശാലിയുമായവൻ തന്നെയാകുന്നു അതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അടുത്തായത് അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദൻ വജഅല ലക്കും ഫീഹാ സുബുലൻ ലഅല്ലക്കും തഹ്തദൂൻ. അല്ലദീ എങ്ങനെയുള്ളവനാണ് അല്ലാഹു, അസീസ് അലീമായവൻ എങ്ങനെയുള്ളവനാ? അവൻ ജഅല അവൻ ആക്കിയിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക് വേണ്ടി, അൽ അർള ഭൂമിയെ അവൻ സംവിധാനിച്ചു, ഭൂമിയെ അവൻ ആക്കിയിരിക്കുന്നു. മഹ്ദൻ ഒരു തൊട്ടിലിന് സമാനമാക്കിയിരിക്കുന്നു, ഭൂമിയെ നിങ്ങൾക്കവൻ തൊട്ടിലാക്കിയിരിക്കുന്നു, അഥവാ വിരിപ്പാക്കിയിരിക്കുന്നു. മഹ്ദിന് തൊട്ടിൽ, വിരിപ്പ് എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ അള്ളാഹു ഭൂമിയെ തൊട്ടിലിന് സമാനമാക്കി, അഥവാ വിരിപ്പ് പോലെയാക്കി. വജഅല ലക്കും നിങ്ങൾക്കവൻ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു, നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഫീഹ അതിൽ, ആ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചു. സുബുലൻ പാതകൾ, മാർഗങ്ങൾ, വഴികൾ അള്ളാഹു വെക്കുകയും ചെയ്തു. ലഅല്ലക്കും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളാവുന്നതിന് വേണ്ടി, തഹ്തദൂൻ വഴി അറിയുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഭൂമിയിൽ വഴി അറിയുന്നതിന് വേണ്ടി വിവിധ രൂപത്തിലുള്ള പാതകളും പടച്ച റബ്ബ് സംവിധാനിച്ചിരിക്കുന്നു, വിവിധ അടയാളങ്ങളും. നിങ്ങൾക്കത് ശരിയായ ദിശ എത്താൻ, നിങ്ങളുടെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി, ആ വഴി അറിയാൻ വേണ്ടി പല സംവിധാനങ്ങളും ഭൂമിയിലും ആകാശത്തിലുമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഇതായി പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു രണ്ട് കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, അവൻ ഭൂമിയെ ഒരു തൊട്ടിലിന് സമാനമാക്കിയിരിക്കുന്നു. എന്തിനാ തൊട്ടിൽ? ചെറിയ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ശിശുവിന് കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തൊട്ടിൽ കിടത്തുന്നത്. അപ്പോൾ കുട്ടിക്ക് മറ്റ് അപകടങ്ങളൊന്നുമില്ലാതെ, മറ്റ് വിഷമങ്ങളൊന്നുമില്ലാത്ത വിധം ഉറങ്ങാൻ, വിശ്രമിക്കാൻ, ഒരു റാഹത്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് തൊട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.
അതോടൊപ്പം തന്നെ പുറത്തുള്ള ക്ഷുദ്രജീവികളുടെ ഒന്നും തന്നെ ആക്രമണം വരാതിരിക്കാനും അതിന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നു. ഒപ്പം വളരെ സുരക്ഷിതവും ആണ്. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു തൊട്ടിലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും. ഇളം മേനിയാണ്. ഇളം മേനിക്ക് സ്വാഭാവികമായും കൂടുതൽ മയമുള്ള, കൂടുതൽ മൃദുലമുള്ള പ്രതലം തന്നെ വേണ്ടി വരും വിശ്രമിക്കാൻ. അതേപോലെ എല്ലാ വിധത്തിലും സംരക്ഷണം നിങ്ങൾക്ക് അള്ളാഹു ഭൂമിയിൽ നൽകിയിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങൾ? ആകാശത്ത് നിന്ന് ഒരുപാട് അപകടകാരികളായ രശ്മികൾ, കോസ്മിക് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. എക്സ്റേ രശ്മികൾ ഭൂമിയിലേക്ക് വരുന്നു സൂര്യനിൽ നിന്ന്. അവയൊക്കെ ശരീരത്തിന് ഹാനികരമാണ്, മനുഷ്യജീവന് ഹാനികരമാണ്. അവയെല്ലാം അരിക്കുന്നതിന് വേണ്ടി ഓസോൺ പാളികൾ അള്ളാഹു ആകാശത്ത് സംവിധാനിച്ചിരിക്കുന്നു. ഒരു മേൽക്കൂര പോലെ, ഒരു മേൽപ്പുര നമുക്ക് നൽകുന്ന സംരക്ഷണത്തെപ്പോലെ അല്ലെങ്കിൽ അതിലേറെ മനുഷ്യന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് അപകടകരമാകുന്ന ഒന്നും ആകാശത്ത് നിന്ന് വരാത്ത വിധം അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. ദിവസേന എത്രയോ ഭീമാകാരമായ എത്രയോ ഉൽക്കകൾ ആകാശ ലോകത്ത് നിന്ന് വർഷിക്കുന്നു ഭൂമിയിലേക്ക് എന്നാണ്. എന്നാൽ ഇവയൊന്നും തന്നെ ഭൂമിയിൽ പതിച്ചിട്ട് ഒരപകടവും ഉണ്ടാവുന്നില്ല. കാരണം അന്തരീക്ഷ വായുവിലൂടെ അത് സഞ്ചരിക്കുന്നതോടുകൂടി അത് കത്തി അമർന്ന് നശിച്ചു പോകുന്നു. അതെങ്ങാണ്ട് ഈ അന്തരീക്ഷത്തിന് ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ വരുന്ന വസ്തുവിനെ കത്തിച്ച് കളയാനുള്ള ഒരു ശക്തി, ഒരു കഴിവ് അള്ളാഹു നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ വസിക്കാൻ സാധ്യമാകുമായിരുന്നില്ല. ആകാശത്ത് നിന്ന് വീഴുന്ന ഉൽക്കകളിലും വരുന്ന രശ്മികളിലും എക്സ്റേയിലും കോസ്മിക് രശ്മികളിലുമൊക്കെയായി ജീവജാലങ്ങളൊക്കെയും നശിച്ചു പോകുമായിരുന്നു. പക്ഷേ അവയെല്ലാം അള്ളാഹു ഭൂമിയിലേക്ക് പതിക്കാത്ത വിധം സംരക്ഷിച്ചു. അതുമാത്രവുമല്ല, ഭൂമിയിൽ മനുഷ്യജീവൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഒരുക്കി തരികയും ചെയ്തു. അതീവ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ യാതൊരു ഇളക്കവുമില്ലാതെ നിശ്ചലമായ ഭൂമിയെപ്പോലെ വസിക്കാൻ മനുഷ്യന് സാധിക്കുന്നു. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. ഭൂമി അടങ്ങി നിൽക്കലല്ലോ, അതിവേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ആ കറക്കത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല. നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്കിവിടെ നിൽക്കാൻ കഴിയുന്നു. ചുരുക്കി പറഞ്ഞാൽ ജീവികൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും പടച്ച റബ്ബ് ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നു. വെള്ളമായിട്ടും സസ്യങ്ങളായും ഭക്ഷണമായും വായുവായും അതോടൊപ്പം തന്നെ വിശ്രമിക്കാൻ ആവശ്യമായ വിധത്തിൽ വീട് നിർമ്മിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പര്യാപ്തമായ വിധത്തിൽ ഭൂമിയെ പടച്ച റബ്ബ് സംവിധാനിച്ചിരിക്കുന്നു. ഉരുണ്ട ഭൂമിയാണെങ്കിലും പരന്ന അവസ്ഥയിൽ മനുഷ്യന് ഉപയോഗിക്കാൻ സാധിക്കുന്നു ഭൂമിയിൽ. അങ്ങനെ ഏത് രൂപത്തിൽ ചിന്തിച്ചു നോക്കിയാലും ഒരു തൊട്ടിലിന് സമാനമായി, ഒരു തൊട്ടിലിൽ ലഭിക്കുന്ന സംരക്ഷണത്തെക്കാളും വലിയ സംരക്ഷണം ലഭിക്കും വിധം അല്ലാഹു ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നു. മഹ്ദൻ, അതാണ് വളരെ അത്ഭുതകരമായ പ്രയോഗം അത്. അതോടൊപ്പം തന്നെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് യാത്ര വേണ്ടി വരും. അത് പോയ വഴി തിരിച്ചറിയണം, എത്താനുള്ള ദിക്കറിയാൻ കഴിയണം. നോക്കത്താ ദൂരത്തേക്കുള്ള സഞ്ചാരമാണ്. അപ്പോൾ അവിടെ തന്നെ എത്തിച്ചേരേണ്ടതുണ്ട്. അതിന് പല അടയാളങ്ങളും പടച്ച റബ്ബ് ആകാശങ്ങളിൽ നക്ഷത്രങ്ങളായിട്ട്, കോളങ്ങളായിട്ട് അള്ളാഹു നിശ്ചയിച്ചു. ഭൂമിയിൽ മറ്റ് പല വിധത്തിലും പല വഴികളായും മലകളായും നദികളായും അങ്ങനെ പലതും യാത്രക്കാരന് അടയാളം വെക്കാനുള്ള സംവിധാനങ്ങൾ പടച്ച റബ്ബ് ഏർപ്പെടുത്തി. അതാണ് രണ്ടാമത് പറയുന്ന കാര്യം. ഇതൊക്കെ സംവിധാനിച്ചവനാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ വിട്ട് മറ്റാരെയെങ്കിലും ആരാധിക്കുന്ന വിഡ്ഢിത്തം നിങ്ങൾ ചെയ്യല്ലേ എന്നാണ് അള്ളാഹു ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യരുടെ ബുദ്ധിയെ തട്ടിയുണർത്തുക. ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചില്ലേ? ഈ സംവിധാനിച്ചവനോട് പോരെ നിങ്ങളുടെ ആരാധനകൾ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം. 11-ാം ആയത്ത്, വല്ലദീ നസ്സല മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅൻശർനാ ബിഹി ബൽദതൻ മൈത കദാലിക തുഖ്റജൂൻ. ഇനി അള്ളാഹു നൽകിയ മറ്റൊരു അനുഗ്രഹം അവിടെ പറയുന്നത്, വല്ലദീ, പിന്നെ എങ്ങനെയുള്ളവനാണ് അവൻ, നസ്സല, അവൻ ഇറക്കിയിരിക്കുന്നു,
മിനസ്സമായി വാനലോകത്ത് നിന്ന്, ആകാശത്ത് നിന്ന്, മാ അൻ വെള്ളം ഇറക്കിയിരിക്കുന്നു, ബിഖദരിൻ ഒരു തോതനുസരിച്ച്, ഒരു കണക്കനുസരിച്ച് ഇറക്കിയിരിക്കുന്നു. ഫ അൻശർന അങ്ങനെ നാം പുനർജീവിപ്പിക്കുകയും ചെയ്തു. ഫ അങ്ങനെ അൻശറ പുനർജീവിപ്പിച്ചു, നമ്മൾ പുനർജീവിപ്പിച്ചു, ബിഹി അതിലൂടെ, ആ വെള്ളത്തിലൂടെ, വെള്ളം കൊണ്ട് നമ്മൾ പുനർജീവിപ്പിച്ചു, ബൽദത്തൻ ഒരു രാജ്യത്തെ, മൈത്തൻ മരിച്ചു കിടക്കുന്ന രാജ്യത്തെ, അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്തെ നാം ജീവിപ്പിച്ചു. കദാലിക ഇപ്രകാരമാണ്, തുഖ്റജൂൻ നിങ്ങൾ പുറപ്പെടുന്നത്, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിങ്ങൾ പുറപ്പെടുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹു രണ്ട് കാര്യങ്ങൾ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് തന്നവനാണ് അള്ളാഹു. അത് തോന്നിയ പോലെ മഴ വർഷിക്കല്ല, ബിഖദരിൻ ഒരു തോതനുസരിച്ച്, ഒരു കണക്കനുസരിച്ച്, അല്ലെങ്കിൽ അളവ്, ഖദറിന് തോത്, അളവ്, കണക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു തോതനുസരിച്ച് അല്ലെങ്കിൽ ഒരു അളവനുസരിച്ച് മഴ വർഷിപ്പിക്കുന്നു. അപ്പോൾ മഴ വേണം. എന്നാൽ എല്ലാ ദിവസവും മഴയായാലോ അപകടം തന്നെയാണ്. എല്ലാ ദിവസവും പോട്ടെ, ഒരാഴ്ച തുടർച്ചയായി രാവും പകലും മഴയാണെങ്കിലോ അത് അപകടം തന്നെയാണ്. അത് പിന്നെ മഴ കൊണ്ട് ബുദ്ധിമുട്ട്, പ്രളയം, നാശങ്ങൾ, നഷ്ടങ്ങൾ, തകർച്ചകൾ, ഉരുൾപൊട്ടൽ, അങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തിന് ഒരുപാട് നാശം. അപ്പോൾ മഴ വേണം. അതെങ്ങനെ വേണം? അത് അതിൻ്റെ ഒരു അളവനുസരിച്ച്, ആ അളവനുസരിച്ച് കിട്ടണം മഴ. ഇനി മഴ ഇല്ലാതെ നിൽക്കുകയാണ്, ഒരു കൊല്ലം മഴ പെയ്യാതെ നിന്നു, എന്നാലോ അതിനേക്കാളും വലിയ അപകടം. എല്ലാം കരിഞ്ഞുണങ്ങി, കുടിവെള്ളം പോലും ഇല്ലാതെ ജീവജാലങ്ങൾ മുഴുവൻ നശിച്ചു പോവും, എല്ലാം മരിച്ചു തീരും. അപ്പോൾ ഇത് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ. ഓരോ സ്ഥലത്ത് കിട്ടേണ്ട തോതനുസരിച്ച് ഏകദേശം, അതെല്ലാ വർഷവും ഒരേ അളവിൽ അർത്ഥത്തിലല്ല, ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. എന്നാലും ഭൂമിയുടെ നിലനിൽപ്പിന്, ജീവജാലങ്ങളുടെ, സസ്യലതാദികളുടെ നിലനിൽപ്പിന് പറയത്തക്ക ഹാനികരമാവാത്ത വിധത്തിൽ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികം. ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഭൂമിയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. മൊത്തത്തിൽ ഭൂമിക്ക് നിലനിൽപ്പിന് ആവശ്യമായ വിധത്തിൽ അതൊരു കണക്കനുസരിച്ച് അള്ളാഹു നൽകുന്നു. അങ്ങനെ ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് പ്രകൃതിയുടെ ആവശ്യമാണ്. ഒരു ഭാഗത്ത് നാശങ്ങളുണ്ടാകുമ്പം മറുഭാഗത്ത് അതിന് വേറെ ചില നേട്ടങ്ങളുണ്ടാവും. അങ്ങനെയാണ്. ഒരു പ്രളയമുണ്ടായി, സംഗതി ശരിയാണ്, പ്രളയത്തിൽ കുറേ ഭാഗം അവിടെ ബുദ്ധിമുട്ടും. അതേസമയത്ത് ആ പ്രളയം ഉണ്ടാകുന്നത് അത് പിന്നെ മനുഷ്യരാശിക്ക് മറ്റൊരു ഭാഗത്ത് അതൊരു നന്മയായിട്ട്, അതൊരു അനുഗ്രഹമായിട്ട് മാറുക ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു തോതനുസരിച്ച്, കണക്കനുസരിച്ച് അള്ളാഹു മഴ വർഷിപ്പിച്ചു എന്നാണ്. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യം, മരിച്ചു കിടക്കുന്ന, മൃതപ്രായമായി കിടക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമി, ഒന്നുമില്ലാതെ പൊട്ടി കീറി തരിശായിട്ട് അല്ലെങ്കിൽ പൊടിപടലമായി കിടക്കുന്ന ഭൂമി. ആ ഭൂമിയിൽ മഴവെള്ളം വീഴുന്നതോടുകൂടി ഭൂമിക്ക് ജീവൻ ലഭിക്കുന്നു, അതിൽ സസ്യങ്ങൾ മുളക്കുന്നു. ഏതാനും ദിവസം കൊണ്ട് അതെല്ലാം പച്ച പിടിച്ച് നല്ല ഹരിതാഭമായി മാറുന്നു. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും അവയെല്ലാം പുഷ്പിക്കുന്നു, കായ്ക്കേണ്ടവയെല്ലാം കായ്ക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. എന്നാൽ ഇത്രയും വിത്തുകൾ, ഇത്രയും വസ്തുക്കൾ ഇതിൻ്റെ അടിയിലുണ്ട് എന്ന് കാണുന്നവർക്ക് ആർക്കും വരണ്ട് കിടക്കുന്ന സമയത്ത് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ മഴവെള്ളം കിട്ടിയതോടുകൂടി അവ ജീവൻ വെച്ച് വന്നു. ഇതുപോലെയാവുന്നു കദാലിക തുഖ്റജൂൻ, ഇതുപോലെയാകുന്നു നിങ്ങളെ ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ലയിച്ചു ചേരും. സർവ്വ മനുഷ്യരും ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത്, ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്ത് ഈ ഭൂമിയിൽ ലയിച്ച് ചേരുക തന്നെ ചെയ്യും. എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും. അത് തർക്കമറ്റ കാര്യമാണ്. അത് കത്തിച്ചാലും ശരി, കത്തിച്ചാൽ അതിൻ്റെ ചാരം ഈ ഭൂമിയിൽ ഉണ്ടാവും. മൃഗങ്ങൾ തിന്നുപോയാലും അങ്ങനെയും ചിലരുണ്ട്. മൃഗങ്ങൾക്ക് ഭക്ഷണമായി കൊടുക്കും മരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വിശ്വസിക്കുന്ന ചില ജനങ്ങളുണ്ട്. കാട്ടുമൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക മൃതദേഹത്തെ. എന്നാലും അവ ഭക്ഷിച്ചു കഴിഞ്ഞാലും അത് വിസർജ്യമായി ഈ ഭൂമിയിൽ തന്നെ പതിക്കും. എന്തായിരുന്നാലും ശരി, എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയിൽ തന്നെ ലയിച്ചു ചേരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഭൂമിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള
ജീവജാലങ്ങളെ മുഴുവനും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഈ മണ്ണിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്ന ഈ വരണ്ട് കിടക്കുന്ന ഈ മണ്ണിൽ മഴവെള്ളം കിട്ടിയപ്പോൾ അവിടെ സസ്യങ്ങൾ മുളച്ചു വരുന്നത് നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളൊക്കെ ഈ മണ്ണിൽ ലയിച്ചു ചേർന്ന് കിടക്കുന്ന നിങ്ങളെയൊക്കെ ഇതേപോലെ അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സമയത്ത് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും. കദാലിക തുഖ്റജൂൻ, ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അഥവാ നിങ്ങളുടെ പുനരുത്ഥാനം. വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. വലിയൊരു ഉദാഹരണത്തിലാണ് അള്ളാഹു ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഉൾക്കൊള്ളുന്ന മനുഷ്യന്, ഈ സസ്യങ്ങൾ ഇങ്ങനെ മുളച്ചു വരുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യന്, ഈ മനുഷ്യരൊക്കെ ഒരിക്കൽ കൂടെ ഇതേപോലെ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കില്ല എന്നെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അതെങ്ങനെ നിഷേധിക്കാൻ കഴിയും? അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു പുനരുത്ഥാനം എല്ലാവർക്കുമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും, കണക്ക് ചോദിക്കും. സത്യവിശ്വാസികളും നന്മ ചെയ്ത് ജീവിക്കണം, വിശുദ്ധ ഖുർആൻ ഏറെ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു. മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.